രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. എന്തായി പാർത്ഥ? കാറിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും മുന്നേ അഗ്നി പാർത്ഥനോട് ചോദിച്ചു. അവനെ പൊക്കി ഗോഡൌണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എപ്പോഴാ വരിക? ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ ഒന്ന് എത്തുന്ന നേരം. സീറ്റ് ബെൽറ്റ് ഇടുന്ന വഴി അവന്റെ മുഖം ചുവന്നു. വംശി എവിടെ? ഹുഫ്, കൈ മുറിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. കൈ മുറിക്കാനോ? എന്തു പറ്റിയടാ അവന്? എന്ത് പറ്റാനാണ്? അവനവന്റെ പഴയ സ്വഭാവത്തിലോട്ട് തിരിച്ചു വന്നു. മനസ്സിലായില്ല. അതിപ്പോ കൂടുതൽ നീ മനസ്സിലാക്കാനൊന്നുമില്ല. കഴിഞ്ഞ ഒരു വർഷം അവൾക്കൊപ്പം തന്നെ അവനും കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഞാൻ കരുതി ആള് നന്നായെന്ന്. എവിടെ? സിംഹത്തിനെ കൊണ്ട് കഴുതപ്പുലിയുടെ കോസ്റ്റ്യൂം ഇടിച്ചാൽ നേരെയാകുമോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കോംപ്ലക്സിന് മുന്നിലെ റോഡിലേക്ക് കേറും വഴി അഗ്നി അരിശം തുപ്പി. എടാ, നീ ചുമ്മാ കീറി പൊളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറയ്. അഗ്നി പറയുന്നത് പലതും പാർത്ഥന് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എടാ, കഴിഞ്ഞ ഒരു വർഷം കൗൺസിലിങ്ങിനൊക്കെ കൊടുത്ത് ഒരുവനെ നമ്മൾ നന്നാക്കിയെടുത്തു എന്ന് പറഞ്ഞ് നീ ഭയങ്കരമായി സന്തോഷിച്ചില്ലേ? എങ്കിലും കൂടുതൽ സന്തോഷിക്കണ്ട. അവൻ ഒരു മാറ്റവും വന്നിട്ടില്ല. അവൻ ഇപ്പോഴും ആ പഴയ വംശി തന്നെയാണ്. പിന്നെ ഈ ഒരു വർഷം അവൻ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് വഴങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ധാത്രി. അവൾക്കൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയുള്ള സമയമായിരുന്നു ഇത്രയും. ഇപ്പോ അവൾ ഏകദേശമൊക്കെ ഓക്കെ ആണെന്ന് അവനറിയാം. ഇനിയിപ്പോ അവളെ പഴയ ധാത്രിയാക്കുകയാണ് നല്ല മോന്റെ ഉദ്ദേശം. അത് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവന് പഴയ വാശിക്കാരനാവാതിരിക്കാൻ പറ്റുമോ? അതിന്റെ വെടിക്കെട്ടിന്റെ തുടക്കമായിരുന്നു ഇന്നെന്ന് നീ കരുതിയാൽ മതി. അപ്പോഴേക്കും അവന്റെ വണ്ടിയുടെ സ്പീഡ് കൂടി ഹൈവേയിലേക്ക് അത് ചീറിപ്പാഞ്ഞ് ഒഴുകി തുടങ്ങി. ആര്? വംശിയോ? ഓ, അവൻ തന്നെ. അപ്പൊ അവൻ അടങ്ങിയെന്ന് നമ്മൾ ചിന്തിച്ചത്? പാർത്ഥൻ ഒന്ന് കിടങ്ങി. നമ്മൾ ചിന്തിച്ചതല്ലോ പാർത്ഥ, അവൻ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ വെച്ചതല്ലേ. അത് കേൾക്കെ പാർത്ഥന്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. അങ്ങനെയാണെങ്കിൽ അഗ്നി, നീ മനസ്സിൽ ചിന്തിച്ചത് തന്നെ. അവൻ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് സ്വസ്ഥമായി ജീവിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അടങ്ങിയിരിക്കുന്നൊന്നുമല്ല. തൽക്കാലം എല്ലാത്തിനും ഒരു പോസിട്ട് നിർത്തിയതാണ്. അവന്റെ പെണ്ണ് പഴയ പോലെ അവനൊപ്പം ഒരേ മനസ്സും മെയ്യുമായി നിൽക്കാൻ വേണ്ടി. ഇത് വംശി അവന് വേണ്ടി തന്നെ അനുവദിച്ച സമയമായിരുന്നു. അപ്പോ അഗ്നി? അവനെന്തോ വലുത് ചിന്തിക്കുന്നുണ്ട് പാർത്ഥ. സോ അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഗ്നി? ഇല്ലടാ, കുറച്ച് ദിവസത്തേക്ക് അവൻ അവളെ അടുക്കൽ നിന്ന് മാറില്ല. അതുവരെ നമുക്ക് സമയമുണ്ട്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ അവൻ കളിയിലോട്ട് എപ്പ വേണമെങ്കിലും എൻ്റർ ആയിക്കോട്ടെ. പക്ഷെ അപ്പോഴേക്കും അത്യാവശ്യം പറിച്ചു കളയാനുള്ള കളയൊക്കെ നമുക്ക് വൃത്തിയാക്കി ഇടണം. വലിഞ്ഞു മുറുകിയ മുഖവുമായി പാർത്ഥൻ പറയുമ്പോൾ ഏതാണ്ടൊക്കെ അതേ തീരുമാനമായിരുന്നു അഗ്നിക്കും. ധാത്രി, എന്റെ പൊന്നു സിദ്ധി, നീ ദൈവത്തെ ഓർത്ത് ആ മുറിയിൽ പോയി അങ്ങേർക്കൊപ്പം തന്നെ ഇരിക്കുമോ? ഈ അടുക്കളയിലുള്ള സകല ജോലിയും ഞാൻ തനിച്ച് ചെയ്തോളാം. വേണമെങ്കിൽ ഈ ബിൽഡിങ്ങിലെ തന്നെ എല്ലാവർക്കും ചെയ്തും കൊടുക്കും. പക്ഷെ എനിക്ക് കുറച്ച് മനസമ്മാനം വേണം. അതുകൊണ്ട് കൈ എടുത്ത് കുമ്പിടാം, ഒന്നിറങ്ങി പോകുമോ? കൈയും കൂപ്പിക്കൊണ്ടുള്ള ഉത്തരയുടെ നിൽപ്പും ഇതിൽ കൂടുതലൊന്നും അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള ശരീരഭാഷയും കണ്ട് സിദ്ധി പതിയെ അടുക്കളയിൽ നിന്നും പൊറിയിലേക്ക് നടന്നു. ഒന്നാമത് രാവിലെ മുതൽ ഉത്തരയ്ക്ക് എന്തെന്നറിയാത്തൊരു ദേഷ്യമാണ്. ചോദിച്ചുകൊണ്ട് ചെന്നപ്പോൾ ചാടിക്കഴിച്ചു. മിക്കവാറും അഗ്നിയേട്ടനുമായി ഒന്നും രണ്ടും പറഞ്ഞു പിണങ്ങിക്കാണും. കണ്ണിൽ നോക്കിയാൽ രണ്ടും തമ്മിൽ വഴക്കാണ്. ഇത്രയും കാലം ഒരുമിച്ച് ഒരിടത്ത് ജീവിച്ചിട്ടും എങ്ങനെയാണാവോ ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ അടിയുണ്ടാക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ചാൽ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നവളുടെ നടപ്പ് അവന്റെ അടുത്ത വിളിയോടെ വേഗത്തിലായി. ദോ! അടുത്ത വിളി പൂർത്തിയാകുന്നതിന് മുന്നിൽ തന്നെ അവൾ ഓടി അകത്ത് കയറിയിരുന്നു. എന്താ വെച്ചേട്ടാ, എന്തിനാ ഈ കൂവി വിളിക്കണേ? ദേഷ്യത്തിലും പരിഭ്രമത്തിലും ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നവന്റെ കോലം കാണുന്നത്. കുളിച്ചിറങ്ങി വരുന്ന വഴിയാണ് വംശി. നീളൻ മുടികൾക്ക് ഒന്നും കൂടി നീട്ടം വെച്ചിട്ടുള്ള ആ രോമത്തുള്ളികൾ ആ വിരിഞ്ഞ രോമാവൃതമായ ശരീരത്തിലൂടെ ആകെ ഒഴുകി മാറുന്നു. ഗ്ലാസ് ഡോറിൽ വന്ന് തട്ടി ചിതറിപ്പാറിപ്പോകുന്ന വെയിൽ അവന്റെ മുഖത്തും നെഞ്ചിലും കഴുത്തിലുമൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളെ മാണിക്യം പോലെ ജ്വലിപ്പിക്കുന്നുണ്ട്. നാളുകൾക്കിപ്പുറമാണ് ഇങ്ങനെയൊരു കാഴ്ച. കഴിഞ്ഞ ഇത്രയും കാലം ഈ മുറിയിൽ താമസിച്ചപ്പോൾ ഒന്നും അവൻ ഇങ്ങനെ തന്റെ മുന്നിൽ വന്ന് നിന്നിട്ടില്ലെന്നോർത്തവൾ അപ്പൊ പിന്നെ അവനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ദേഷ്യത്തിൽ ചോദ്യം ചോദിച്ച വന്നവളുടെ ശരീരമാകെ ഒരു വിറയല് പടർന്നു. ഉമിനീരാകെ വരണ്ടു വറ്റിയ പോലെ തൊണ്ട പൊട്ടി. നിമിഷത്തിനുള്ളിൽ ശരീരത്തിൽ ഉറഞ്ഞു കിട്ടിയ വിയർപ്പുതുള്ളികൾ നെറുകയിലൂടെ ചാലി തീർത്ത് ഒഴുകാൻ തുടങ്ങി.
മൂക്കിന്റെ തുമ്പിലും മേൽചുണ്ടിലും പൊഴിഞ്ഞു തുടങ്ങിയ വിയർപ്പുതുള്ളികളെ അവൾ പുറംകൈയാലെ പിടിച്ചു മാറ്റുന്നതിന് മുന്നേ തന്നെ അവന്റെ തണുത്ത കരങ്ങൾ അതിനെ തൊട്ടുമാറി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ശരീരത്തറിഞ്ഞ തണുപ്പിൽ അവൾ ആകെ വിറച്ചുപോയി. അവളുടെ മുഖത്തെ മാറ്റങ്ങളും ശരീരത്തിലെ അറിയുന്ന വിറയലുമൊക്കെ അങ്ങനെ അടുത്തറിഞ്ഞതും വംശി അവളുടെ ഗന്ധമറിയാനും മാത്രം അവൾക്കടുത്തേക്ക് ചെന്നു. നിന്റെ 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 നിശ്വാസം എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്നുണ്ട് ധാത്രി. അവളുടെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചുകൊണ്ടവൻ വല്ലാത്തൊരു ശബ്ദത്തോടെ പറഞ്ഞതും നാളുകൾക്ക് മുൻപുള്ള ഒരു രാത്രി അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. വിജയ്! ഇടുപ്പിലൂടെ ചുറ്റി വരിയുന്ന അവന്റെ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണ് വല്ലാതെ പതറി. വേണ്ട വിച്ചേട്ടാ. തന്നിലേക്ക് താഴ്ന്നു വരുന്നവന്റെ മുഖം പിടിച്ചു മാറ്റാൻ വെറുതെയെങ്കിലും അവൾ ശ്രമിച്ചു. വേണം ധാത്രി, എനിക്ക് നിന്നെ ഇപ്പോൾ ചുംബിച്ചേ പറ്റൂ. പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം അമർന്നുപോയി. അവളുടെ മുഖത്തെ മാറ്റങ്ങളും ശരീരത്തിൽ അറിഞ്ഞ വിറയലുമൊക്കെ അങ്ങനെ അടുത്തറിഞ്ഞതും വംശി അവളുടെ ഗന്ധമറിയാനും മാത്രം അത്രയും അടുത്തേക്ക് ചേർന്ന് നിന്നു. ഞാൻ ഞാൻ നിന്നെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ ധാത്രി. അതുവരെ മിഴികൾ ഇറുക്കി അടച്ചിരുന്നവൾ പെട്ടെന്ന് വെപ്രാളത്തിൽ കണ്ണു തുറന്നു. ഞാൻ നിന്നെ ഒന്ന് അമർത്തി കെട്ടിപ്പിടിച്ചോട്ടെ ധാത്രി. തന്റെ ശരീരത്തെ അവന്റെ കൈകൾ പുൽക്കുന്നില്ലെങ്കിലും അവന്റെ വാക്കുകൾ അവളിൽ തീർത്ത പ്രകമ്പനം ചെറുതൊന്നുമായിരുന്നില്ല. നിന്റെ ഈ സ്മെൽ, ഉഫ്, ഇതെനിക്ക് എത്രത്തോളം ഭ്രാന്തുണ്ടാക്കുന്നു നിനക്കറിയാമോ ധാത്രി? അവളുടെ കാതിനും കഴുത്തിനുമിടയിലേക്ക് അവൻ ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു നിമിഷം അവന്റെ നിശ്വാസം തട്ടിയിടമെല്ലാം പൊള്ളിപ്പിടയുന്ന പോലെ അവൾ വിയർത്തു. എനിക്ക് എന്റെ പഴയ ധാത്രിയെ അതേ ഫീലോടെ അറിയാൻ തോന്നുന്നു. അവസാനം എല്ലാ പരിധിയും വിട്ട് അവന്റെ ഉള്ളം അവൾക്ക് മുന്നിലേക്ക് തുറന്നു വെച്ചതും തന്റെ ഒരു നിശ്വാസത്തിനപ്പുറം തന്നെ മനസ്സാൽ അത്രയും കാമിച്ചുകൊണ്ട് നിന്നവനെ അവൾ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് ആഞ്ഞു തള്ളി. ഞെട്ടിപ്പോയി വംശി. കാര്യം അവളുടെ മനസ്സ് പതറാൻ വേണ്ടിയാണ് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവളുടെ ഈ നീക്കത്തിൽ ആകെ അടിതെറ്റിപ്പോയത് അവനായിരുന്നു. ഇത്രയും വലിയൊരു റിജക്ഷൻ, അതും തന്റെ ധാത്രിയിൽ നിന്നും. ഉള്ളിലെ ഈഗോയ്ക്കുമപ്പുറം വംശിയുടെ ഹൃദയം തന്നെ ചില്ലുപാത്രം വീണുടയും പോലെ നുറങ്ങിപ്പോയി. ദേഷ്യം, സങ്കടം, അവഗണന, അങ്ങനെ എന്തൊക്കെയോ അവന്റെ കണ്ണിലൂടെ തിരെ ഇളകി പാഞ്ഞു. അവൻ പെട്ടെന്ന് അലമാര തുറന്ന് കയ്യിൽ കിട്ടിയതെന്തോ ഇട്ടുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാറ്റുപോലെ പുറത്തേക്ക് പോയവന്റെ കൈ തട്ടി ധാത്രിയുടെ കുഞ്ഞു ബൗൾ അക്വേറിയം നിലത്ത് വീണു പൊട്ടി. അത്രയും ഇഷ്ടത്തോടെ അവൻ അവൾക്ക് കൊണ്ടുകൊടുത്ത അവളുടെ പ്രിയപ്പെട്ട ആഗ്രഹം. പക്ഷെ അതുപോലും വംശി ആ നിമിഷം അറിഞ്ഞില്ല. ചില്ലുപാത്രം വീണുടയുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഉത്തര കാണുന്നത് കാറ്റിനേക്കാളും വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു പോകുന്ന ഒരുവനെയാണ്. ഒപ്പം അവൻ വലിച്ചടച്ച കതകിന്റെ ശബ്ദം കൂടി ആയപ്പോൾ മനസ്സിലായി ആള് ഭയങ്കര ദേഷ്യത്തിലാണെന്ന്. പക്ഷെ അപ്പോഴും അവളുടെ ശ്രദ്ധ പോയത് ആ ശബ്ദം കേട്ട ശബ്ദത്തിന്റെ ഉറവിടം തേടിയായിരുന്നു. അല്പം മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് മരണഭീതി കൊണ്ട് പിടയുന്ന രണ്ട് മീൻകുഞ്ഞുങ്ങളെയാണ്. മറ്റൊന്നും ആലോചിക്കാതെ അകത്തേക്ക് പോയവള് കയ്യിൽ കിട്ടിയ വെള്ളവുമായി വന്ന് അതിനെ വേഗം അതിലേക്ക് തിരിച്ചിട്ടു. ജീവൻ കിട്ടിയ സന്തോഷത്തിൽ അത് വാലുകളിട്ട് അടിച്ചെന്ന് പായുന്ന കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനം തോന്നിയത്. അപ്പോഴാണ് പുറത്തേക്ക് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയവനെയും കുറച്ചു മുന്നേ അവനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയവളെയും ഉത്തര ഓർക്കുന്നത്. വെപ്രാളത്തിൽ കയ്യിലിരുന്ന പാത്രമെടുത്ത് സൈഡിലേക്ക് വെച്ചവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വെറും നിലത്തിരുന്ന് ഹൃദയം പൊട്ടി കരയുന്നവളെയാണ്. ധാത്രി, എന്തടിമോളെ, എന്തിനാ കരയുന്നേ? ധാത്രി! അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഉത്തരയും ഒപ്പം കരയുകയായിരുന്നു. വിച്ചേട്ടൻ വിച്ചേട്ടൻ പോയി. ഞാൻ എന്റെ വിച്ചേട്ടൻ. പറയുന്നതിനിടയിലും അവളുടെ നാവിൽ വംശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 1 വർഷമായി താൻ ഇവിടെയുണ്ട്. ഈ അടുത്തായി കാണുന്ന ചില മാറ്റങ്ങളല്ലാതെ ഈ മുറിക്ക് പുറത്ത് ധാത്രിയും വംശിയും തമ്മിൽ അങ്ങനെ കാര്യമായ അടുപ്പമോ കാര്യങ്ങളോ ഒന്നുമുള്ള പ്രവർത്തികളില്ല. എന്തിന് അടുത്തൊന്നും ഇരിക്കുക പോലുമില്ല. ഓരോ നിമിഷവും അവളെ കംഫർട്ടാക്കി അവൾക്ക് സന്തോഷം നൽകാൻ വേണ്ടി മാത്രം തന്റെ കാര്യങ്ങളെയൊക്കെ അതിനനുസരിച്ച് നിയന്ത്രിക്കുന്ന പോലെയാണ് വംശിയുടെ കുറച്ചുനാൾ മുന്നേ വരാനുള്ള പ്രവർത്തികൾ പലതും അവൾക്ക് തോന്നിയിട്ടുള്ളത്. ഈ പോയ കൗൺസിലിങ്ങിന് ശേഷമുള്ള വരവിലാണ് എന്തെങ്കിലും ചിരിയോ തമാശയോ അവൾക്കടുത്തേക്ക് നിർബന്ധപൂർവ്വം പോയിരിക്കോ ഒക്കെ കണ്ടത്. ഒരുപക്ഷെ അതിനു പിന്നിൽ ഡോക്ടർ നിർദ്ദേശങ്ങളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിട്ടത്. ധാത്രി, എന്താ കാര്യം? നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കത് അറിയാൻ പറ്റില്ല. പ്ലീസ് കരയാതെ കാര്യം പറയടി. അവൾക്കൊപ്പം കരഞ്ഞുകൊണ്ട് ഉത്തര ആ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചതും ധാത്രി അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഒപ്പം അതുവരെ ഉണ്ടായതെല്ലാം അണ പൊട്ടിയ പോലെ അവൾക്ക് മുന്നിൽ അവൾ തുറന്നു പറഞ്ഞു. ഞങ്ങൾ പ്രണയിച്ചിരുന്ന കാലത്ത്, ഞാൻ ആളുടെ ഭാര്യയായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഒരു അനുവാദവും അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല. ആളുടെ മോഹവും ആഗ്രഹവും എല്ലാം എന്റെ കണ്ണിലാണ് ഉത്തരങ്ങൾ തേടിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ കണ്ണുകൾ ആളോടുള്ള സ്നേഹം പോലും കാണാത്തത് കൊണ്ടാകും
എന്നോട് ആ മനസ്സിലെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞത്. പക്ഷെ ഞാൻ ഏട്ടനെ തള്ളി മാറ്റി. അത്രയും ആഗ്രഹത്തോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വന്ന മനുഷ്യനെ ഒരു ദയയും കാണിക്കാതെ പുറംകാലം കൊണ്ട് തട്ടുന്ന പോലെ ഞാൻ എന്റെ അടുത്ത് നിന്നും തള്ളിക്കളഞ്ഞടി. തകർന്നു പോയിട്ടുണ്ടാവും എന്റെ ഏട്ടൻ. ഇക്കണ്ട കാലമത്രയും എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചിട്ട് ഞാൻ ഞാൻ ഹൃദയം പൊട്ടിയാടി എന്റെ ഏട്ടൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഓരോ കാര്യവും ഓർത്തെടുത്ത് പുലമ്പുന്നവളെ ഉത്തര എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നോക്കിയിരുന്നു. ഇനി ഇനി എന്നെ സ്നേഹിക്കില്ലായിരിക്കും, ദേഷ്യമായിരിക്കും. ഇനി എന്നെ വേണ്ടാന്ന് വെക്കുമോ ഉത്തരെ? ഭ്രാന്തി പിടിച്ച പോലെയുള്ള അവളുടെ കൈ തട്ടിമാറ്റി ഉത്തര ആ മുഖത്തേക്ക് നോക്കി. ധാത്രി, ആ പോയത് നിന്റെ വിച്ചേട്ടനല്ലേ? നീ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും നീ എന്ന ഒറ്റ ധ്രുവത്തിൽ മാത്രം ജീവിച്ച മനുഷ്യൻ. ആ ആള് നിന്നെ ഇട്ടിട്ട് പോകുമോ പെണ്ണെ? ഉഴറി മറിയുന്ന കണ്ണുകൾ ഭീതിയോടെ നോക്കിക്കൊണ്ട് എന്നാൽ സമാധാനത്തിൽ ഉത്തര പറഞ്ഞതും അവൾ അത് സത്യമാണോ എന്ന് പോലെ ഉത്തരയെ നോക്കി. അത് നിന്റെ മാത്രം വിച്ചേട്ടനാണ്. നിന്നെ വിട്ട് എവിടെയും പോകില്ല. പക്ഷെ തിരിച്ച് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? വളരെ ഗൗരവമായ ശബ്ദം കേട്ടതും ധാത്രി കരഞ്ഞുകൊണ്ട് അവളെ നോക്കി. ആ ആളെ വിട്ട് ഇനിയും നീ പോകുമോ സിദ്ധി? ഉത്തരേ! അത്രയും സങ്കടത്തിനിടയിലും അവളുടെ ശബ്ദം ദേഷ്യത്തിൽ ഒന്നുയർന്നു. പറയ് സിദ്ധി, നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഞാൻ ഞാൻ എന്റെ വിച്ചേട്ടനെ, അതിലും ഭേദം മരണമാണ്. അവള് മുഖം പൊത്തിക്കരഞ്ഞു. മരിക്കാൻ ഭയമില്ലാത്ത നിനക്കെന്താടി ആ പാവത്തിന്റെ ഒപ്പം സന്തോഷത്തിൽ ജീവിച്ചാൽ? ആ ആൾക്കും നിന്റെ സന്തോഷം മാത്രം പോരെ? ആവശ്യമില്ലാത്ത 1000 കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി നിന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് സ്നേഹിക്കുന്ന ആ ആളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പഠിക്കടി. അതാണ് യഥാർത്ഥ പ്രണയം. എന്തായാലും വംശിയുടെ പ്രണയം നീയാണ്. ഇനി നീയാണ് നിന്റെ പ്രണയം തെളിയിക്കേണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.